ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാൻ രാവിലെ പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്നേ കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം കഴിഞ്ഞ ദിവസം ക്ഷീണമായിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോയായിരുന്നു. അപ്പം ഹോസ്പിറ്റലിൽ പോയപ്പം തൈറോയിഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം തൈറോയിഡ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് 5 ഏകദേശം വേണ്ടടുത്ത് 7:58 അപ്പം എനിക്ക് തോന്നി ഈ തൈറോയിഡ് ഫുഡ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. വലിയ അറിവൊന്നുമില്ല എങ്കിൽ പോലും ഞാൻ ചെറിയൊരു കാര്യങ്ങൾ പറയാം. പലരും തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൈറോയിഡ് ഗുളിക രാവിലെ വെറും വയറ്റിലാണ് നമ്മളോട് കഴിക്കാൻ പറയുന്നത്. കഴിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ ആ തൈറോയിഡ് ഗുളിക നമ്മൾ പിന്നെ വെച്ചേക്കണം. അതായത് വേറൊന്നും കഴിക്കരുത്. തൈറോയിഡ് ഗുളികയുടെ പിന്നെന്താ പറയുക, ശരീരത്തിലേക്ക് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ വേണ്ടി എല്ലായിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനിടയ്ക്ക് വേറെ ഭക്ഷണമൊന്നും കഴിക്കുന്നത്. പക്ഷെ പല ഡോക്ടർമാരും പറയുക പോലും ആരും ശ്രദ്ധിക്കാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡ് ഗുളിക കഴിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം എടുത്ത് കഴിക്കുന്നു, നമുക്ക് ആ ഗുളിക കഴിച്ചതിൻ്റെ ഫലം നമുക്ക് ഒരു കാരണവശാലും കിട്ടില്ല. അതുകൊണ്ട് അതെല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ പലരും പല ഗുളികകളും പിന്നെ കഴിക്കുന്നവരായിരിക്കാം. അപ്പോൾ ഈ തൈറോയിഡ് ഗുളിക കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഗുളിക കഴിക്കണമെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും കഴിയണം. അല്ലാതെ നമ്മൾ വേറെ ഗുളിക കഴിച്ചത് കൊണ്ട് നമുക്ക് ആ മറ്റേ ഗുളിക കഴിക്കുന്ന ഏത് രോഗത്തിനാണോ അതിനുള്ള ആ ഒരു നമുക്ക് രോഗം സുഖപ്പെടാനുള്ള അത് ഡിലേ ആവും, താമസം വരും. അപ്പോൾ അതുകൊണ്ട് തൈറോയിഡ് ഗുളിക കഴിക്കുന്നവർ തീർച്ചയായും പിന്നെ ഈ ഗുളിക കഴിച്ചതിന് ശേഷം രാവിലെ ആണ് വെറും വയറ്റിലാണ് നമ്മൾ കഴിക്കുന്നത്. അതിന് ശേഷം നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ തൈറോയിഡ് ഗുളിക കഴിച്ചതിന് ശേഷം 4 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മൾ മറ്റേ വേറെ എന്ത് ഗുളിക നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ആ ഗുളിക ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഡോക്ടറോട് തന്നെ സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്തു. അപ്പോൾ എനിക്ക് മൾട്ടിവിറ്റാമിനും അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും എനിക്ക് കഴിക്കണം. പക്ഷെ ഇതിൻ്റെ ഒപ്പം എനിക്ക് കഴിക്കാൻ പറ്റില്ല. അത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ എല്ലാവരും സാധാരണ നമ്മളെല്ലാം കഴിക്കുന്നത് അങ്ങനെയല്ല. ഡോക്ടർ തരുന്ന ഗുളികകളൊക്കെ ഇപ്പോൾ തൈറോയിഡാണ്, തൈറോയിഡ് കഴിച്ചു, ഭക്ഷണം കഴിച്ചതിന് പുറകെ മറ്റു ഗുളികൾ കഴിച്ചു, അങ്ങനെയാണ് സാധാരണ എല്ലാവരും ചെയ്ത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് നമ്മുടെ രോഗത്തിന് സുഖപ്പെടുത്താനുള്ള ആ ഒരു സമയം കൂടുതലാക്കി എടുക്കും. പെട്ടെന്ന് നമുക്ക് സുഖപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ലെവലിൽ വേണം തൈറോയിഡ് ഗുളിക കഴിക്കുന്ന ആൾക്കാർ വേറെ മെഡിസിൻസ് യൂസ് ചെയ്യാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ. ഇത് എനിക്ക് കിട്ടിയൊരു അറിവാണ്. അത് ഞാൻ സാധാരണക്കാരിലേക്ക് ഒന്ന് എത്തിക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.